ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മമ്മൂട്ടിയുടെ ഏറ്റവും പുതിയ റീ റിലീസ് ചിത്രമാണ് ആവനാഴി. 38 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും റീ റിലീസ് നടത്തുമ്പോൾ പലവട്ടം കഴിഞ്ഞ് റീ റിലീസ് നടത്തുമ്പോൾ ഇക്കുറി ഡോൾബി അറ്റ്മോസ്ഫിയർ 2Kയിൽ സിനിമ എത്തുകയായിരുന്നു. ഇക്കുറി സിനിമയുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളൊരു കാര്യമൊക്കെ എല്ലാവരും ഇന്നലെ തന്നെ ചർച്ച ചെയ്യപ്പെട്ടു. ഇന്ന് രണ്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും അത് തന്നെ ഒരുപാട് പേർ ചർച്ച ചെയ്യാൻ വരുന്നു. എന്തിന് എതിരാളികളെ സംബന്ധിച്ചിടത്തോളം അത് വീണ് കിട്ടിയ ഒരു അവസരം പോലെ തന്നെയാണ്. സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഒരുപാട് നമ്മൾ തിരഞ്ഞെങ്കിലും നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകൾ വിശ്വസനീയമെന്ന് പൂർണ്ണമായും പറയാൻ കഴിയില്ലെങ്കിലും കിട്ടിയത് ഒരെണ്ണം മാത്രമാണ്. അതായത് സിനിമയുടെ ആദ്യ ദിനത്തെ കളക്ഷൻ 5 ലക്ഷം രൂപ മാത്രമാണ് എന്നുള്ളതാണ്. അതായത് കേരളത്തിനകത്തും ഒപ്പം വിദേശ രാജ്യങ്ങളിലും സിനിമ റിലീസ് ഉണ്ടായിരുന്നു. എല്ലായിടത്തെ കളക്ഷനും കൂടെ കൂട്ടിയാണ് 5 ലക്ഷം രൂപ എന്നുള്ളത്. പല സ്ഥലങ്ങളിലും സിനിമയുടെ ഈ പറഞ്ഞ പോലെ തിയേറ്ററിലെ ഷോകൾ ക്യാൻസൽ ചെയ്തു, മിനിമം ആളില്ലാത്തതിൻ്റെ പേരിൽ തന്നെ. പക്ഷേ ആവനാഴി കണ്ടിറങ്ങിയ ആളുകൾക്ക് ഒരു കാര്യമുണ്ടായിരുന്നു, റീ റിലീസ് ചിത്രങ്ങളിൽ ഏറ്റവും മികച്ചത് എന്നുള്ള പേര് ഈ ഒരു സിനിമയ്ക്ക് തന്നെയാണ്. കാരണം ആവനാഴിയിലെ ആ ഒരു ക്യാരക്ടറും ടോട്ടാലിറ്റി ഓഫ് സിനിമയും അതേപോലെ അതിനകത്തുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെ പെർഫോമൻസും IV ശശിയുടെ സംവിധാനവും അതേപോലെ തന്നെ ദാമോദരൻ മാഷിൻ്റെ സ്ക്രിപ്റ്റും എല്ലാം, പ്രത്യേകിച്ച് ശ്യാമിൻ്റെ മ്യൂസിക്കും എല്ലാം ആളുകൾ വളരെയധികം എൻജോയ് ചെയ്തിരിക്കുന്നു. സിനിമയുടെ കളക്ഷൻ്റെ കാര്യത്തിൽ വളരെ ദാരിദ്ര്യം എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന കാര്യമാണ്. അതായത് എതിരാളികൾക്ക് സോഷ്യൽ മീഡിയയിലൂടെ അഴിഞ്ഞാടാനുള്ള ഒരു അവസരം നൽകിയിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ആറാടുകയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അതായത് എതിരാളികൾ സിനിമയുടെ കളക്ഷൻ വെച്ചിട്ട്, അതായത് മമ്മൂട്ടിയുടെ പ്രധാന എതിരാളികൾക്ക് ഇന്ന് അത് ആഘോഷിക്കാൻ, മമ്മൂട്ടിയുടെ റീ റിലീസ് ചിത്രങ്ങളെല്ലാം തന്നെ ഒരാഘോഷമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ കടുത്ത വിമർശനവും ഉയരുന്നുണ്ട്. വേറെ ഒന്നുമല്ല, ഇങ്ങനെ സിനിമകൾ ഇറക്കി വിടുമ്പോൾ റീ റിലീസുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള പ്രമോഷനും അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായില്ല. എന്തിന് ഈ സിനിമ റിലീസ് ചെയ്തത് പലരും അറിഞ്ഞിട്ടില്ല. തിയേറ്ററുകളിൽ അല്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള ചാനലുകാർ ചെയ്യുമ്പോൾ മാത്രമാണ് ഇങ്ങനെയൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടോ. പക്ഷേ ഇതിന് കടുത്ത ആരാധകരുമുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പോസിറ്റീവ്. മമ്മൂട്ടി ആരാധകരെന്നല്ല, ഈ ഒരു സിനിമയ്ക്ക്, ഈ ഒരു കഥാപാത്രത്തിന് അത്രത്തോളം ആരാധകരുണ്ട് എന്നുള്ളൊരു കാര്യവും ഇന്നലെയും ഇന്നും കൊണ്ട് നമുക്ക് കാണാൻ കഴിഞ്ഞു. ഇന്നും സിനിമയ്ക്ക് ബുക്കിങ്ങും കാര്യങ്ങളുമൊക്കെ ശോകം തന്നെയാണ്. എന്താണെങ്കിലും ഒരു കാര്യവും കൂടെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെയുള്ള റീ റിലീസുകൾ ചെയ്യുമ്പോൾ എന്തുദ്ദേശത്തിലാണ് റീ റിലീസ് ചെയ്യുന്നത്? ഒന്നെങ്കിൽ പുതിയ ഫോർമാറ്റിലേക്ക് കൊണ്ടുവന്നിട്ട് അത് OTTയിൽ വിൽക്കാനുള്ള ഒരു പരിപാടിയാണെങ്കിൽ ഓക്കെ. പിന്നെ ഇങ്ങനെ ഈ 38 വർഷം മുമ്പ് ഈ ഒരു സിനിമയുടെ കോസ്റ്റ് കൂടി വന്നാൽ ഒരു 1 ലക്ഷം രൂപയോ അല്ലെങ്കിൽ 5 ലക്ഷമോ 10 ലക്ഷത്തിലോ ഒക്കെ താഴെയായിരിക്കാം. അവരെ സംബന്ധിച്ചിടത്തോളം റീ റിലീസ് ചെയ്യുമ്പോൾ അന്ന് മുതൽ മുടക്കിനേക്കാൾ കൂടുതലായിരിക്കാം അവർക്ക് കിട്ടുന്നത്. അങ്ങനെയാണോ, എന്താണ് എന്നുള്ളത്, ആ ഒരു പ്രചോദനം എന്നുള്ളത് അറിയുന്നില്ല. അതേപോലെ തന്നെ ഇങ്ങനെ ഒരു റീ റിലീസ് മമ്മൂട്ടിയെ സംബന്ധിച്ച് ആവശ്യമുണ്ടോ എന്നുള്ളത്, പ്രത്യേകിച്ച് കഴിഞ്ഞ 5 വർഷങ്ങളിൽ ഇറങ്ങിയ 20-നടുത്തുള്ള ചിത്രങ്ങളിൽ ഒരെണ്ണം ഒഴികെ ബാക്കി എല്ലാം തന്നെ വിജയമായിരിക്കുന്ന മമ്മൂട്ടിക്ക് എന്തിനാണ് റീ റിലീസ്? ഇനിയിപ്പോൾ പ്രൊഡ്യൂസർമാർക്ക് അതിന് കാശ് കിട്ടാനൊക്കെ ആണെങ്കിൽ അതിന് തെറ്റൊന്നുമില്ല. കാരണം അവനവൻ്റെ പ്രൊഡക്റ്റ് വിൽക്കാൻ അവരവർക്ക് അവകാശമുണ്ട് ഇന്ത്യയിൽ, അതുകൊണ്ട് ചെയ്യാം എന്നുള്ളതാണ്. എന്താണേലും വളരെ ദാരിദ്ര്യപരമായിട്ടുള്ള കളക്ഷനും കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയുന്നു. ഓപ്പണായിട്ട് പറയുന്നതിൽ വിഷമങ്ങൾ ആർക്കും വിചാരിക്കേണ്ട, കാരണം അത്രയും മോശമായിട്ട് തന്നെയാണ് കളക്ഷൻ വരുന്നത്. പിന്നെ എതിരാളികൾക്ക് കൊഞ്ഞനം കുത്താൻ നല്ല ഒരവസരവും വെച്ച് കൊടുക്കുന്നു. അതും നല്ല കലക്കിയിട്ടുണ്ട് എന്ന് തന്നെ പറയാം. എന്താണ്, ആവനാഴി എന്ന സിനിമ ഇത്രയൊക്കെ ആരൊക്കെ കൊഞ്ഞനം കുത്തിയാലും അവരും കണ്ടിട്ട് പറയുന്ന ഒരു കാര്യം തന്നെയുള്ളൂ, ഇതൊരു മികച്ച സിനിമയാണ്, വലിയ ഹിറ്റായ സിനിമയായിരുന്നു എന്ന് പറയപ്പെടുന്നു എന്ന് ചിലവന്മാർ പറയുമ്പോഴും അവനും അറിയാമായിരുന്നു ഇത് എക്കാലത്തെയും വലിയൊരു സൂപ്പർ ഹിറ്റുകളുടെ ഒന്നിനാണ്. അവൻ്റെയൊക്കെ ഇഷ്ടമുള്ള താരത്തിന് തലകുത്തി നിന്നാൽ പോലും ഇങ്ങനെ ഒരു ക്യാരക്ടർ ചിന്തിക്കാൻ പോലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പോസ്റ്റർ അടിക്കാൻ പോലും പറ്റാത്ത ആളാണ് എന്നുള്ളതും അറിയാം. അത് ചിലരെ മാത്രം ഞാൻ ഉന്നം വെച്ച് പറഞ്ഞതാണ്, ചില ആളുകൾ അങ്ങനെ പറയുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നമ്മൾക്ക് കാണാം ആവനാഴിയുടെ വരുന്ന ദിവസങ്ങളിലെ കളക്ഷനും കാര്യങ്ങളുമൊക്കെ. ആർക്കും താല്പര്യമില്ല എന്ന് തോന്നുന്നു തിയേറ്ററിൽ, പ്രത്യേകിച്ച് മമ്മൂട്ടി ആരാധകർക്ക് പോലും സിനിമ തിയേറ്ററിൽ പോയി കാണാൻ, കാരണം ഒരുപാട് പ്രാവശ്യം കണ്ടതായിരിക്കാം. പക്ഷേ ഹാർഡ് കോർ ഫാൻസ് ആയിട്ടുള്ള ഈ ഒരു ക്യാരക്ടറിനുള്ളവർ കാണുന്നുണ്ട്. അവരിൽ നിന്ന് വരുന്ന അഭിപ്രായങ്ങൾ മികച്ചതുമാണ്.